ഹായ്, വെൽക്കം ബാക്ക് ടു ദീപാലി വ്ലോഗ്സ്. അപ്പൊ ഇന്ന് മറ്റൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു ചാലഞ്ച് ചെയ്തിട്ടുണ്ട്, വിസ്പർ ചാലഞ്ച്. അത് നിങ്ങൾ പോയി കാണണം. ഇവിടെ കാണാത്തവർ പോയി കണ്ടിട്ട് വേണം ഈ ചലഞ്ച് കാണാൻ. ഇത് ഒരു വാലന്റൈൻ ഡേ സ്പെഷ്യൽ വ്ലോഗാണ്. അപ്പം 7 സെക്കൻഡ് ചാലഞ്ച് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്റെ റൂൾസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതെ, എന്നാലും ഞങ്ങൾ ടു മേക്ക് ഇറ്റ് ഈസിയർ നിങ്ങൾക്ക് ഒന്നും കൂടെ ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങൾ കുറച്ച് ഇതിനകത്തില് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടിട്ടുണ്ട്, ഏതാന്ന് അറിഞ്ഞൂടാ. സോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിൽ നിന്ന് ലോട്ടിട്ട് എടുക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എടുക്കാം. അത് എന്താണോ പറയുന്നത് അതുപോലെ നമ്മൾ 7 സെക്കൻഡ്സിനുള്ളിൽ ചെയ്ത് തരണം. നമ്മൾ ടൈമർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ആര് ചെയ്യും? ആദ്യം ഞാൻ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പം ഞാനാണ് ഇപ്പം ആദ്യം ചെയ്യാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു മിസ്റ്ററി എനിക്ക് താഴെ വീഴുന്നു. ഞാൻ എന്ത് പറഞ്ഞു വിചാരിക്കുന്നു. ഏതെടുക്കും? എനിക്ക് തോന്നുന്നു എനിക്ക് മിക്കത് ഈ ഹാർഡർ ആയിട്ടാണ് കിട്ടാൻ പോകുന്നതെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജയിച്ചു, എന്നാലും പ്രാവശ്യം ആര് ജയിക്കുന്നുണ്ടോ നോക്കാം. എടുത്തോളൂ. എനിക്ക് എടുക്കാൻ ഐശ്വര്യമായിട്ട് ഒരെണ്ണം മനസ്സിൽ ധ്യാനിച്ചിട്ട് എടുത്തോളൂ. നമുക്ക് സമയമില്ല. അപ്പൊ എടുത്ത് വായിച്ചതിന് ശേഷമാണ് ഞാൻ ടൈമർ ഇടുന്നത്. ക്വസ്റ്റ്യൻസ് ഓർക്കാൻ റെഡി ചെയ്യണേ. എനിക്ക് പേടിയാണ്. ഓക്കെ, say I love you in 4 languages. Oh no. Say I love you in 4 languages and your time starts now. I love you. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. Time is up. അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായില്ല. വാലന്റൈൻസ് ഡേ സ്പെഷ്യലിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഐ ലവ് യുനെ ബേസ് ചെയ്തിട്ടാണ്. എങ്ങനെയാന്ന് തോന്നാലും അത് ഭയങ്കര കോയിൻസിഡൻസ് തന്നെയായിരുന്നു. അതെ, എന്നാലും എനിക്ക് ഒരെണ്ണം കിട്ടിയോ മതിയായിരുന്നു. ഇതിനകത്ത് ഞാനാണ്. ഓക്കെ, അത് മാറ്റിക്കോ. ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്നു. നല്ല കിട്ടും. ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് വരുന്നു. കാരണം ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പം ഞാൻ ഓർത്താണ് ഇത് ആർക്ക് കിട്ടും. അപ്പൊ എനിക്ക് തന്നെ കിട്ടും മനസ്സിലായി. അപ്പൊ ഞാൻ എടുത്തിരിക്കുക. എന്താണ്? Name 5 countries starting with letter A. Okay, let's time starts now. ഓസ്ട്രേലിയ, അമേരിക്ക, അന്റാർട്ടിക്ക. അയ്യോ, ആദ്യം തന്നെ നമുക്ക് 2 പേർക്കും പോയി. ശരിക്കും 5 വെച്ച് ഓസ്ട്രേലിയ, അമേരിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രിയ. ഓ, എല്ലാം അറിയാവുന്ന ആവശ്യം മറന്നുപോയി. അത് ആ ഒരു 7 സെക്കൻഡിൽ നമ്മൾ ചെയ്യുന്നോണ്ട് നമ്മളത് പെട്ടെന്ന് ഒരു ഇത് ആൻസൈറ്റി വരുന്നോണ്ട് നമ്മൾ മറന്നു പോകും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഞാനാണ് അടുത്തത്. ഐശ്വര്യമായിട്ടും എനിക്ക് ഈ പ്രാവശ്യം നല്ല പേടിയുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. ഓക്കെ, മൈ ഗോഡ്. ഡ്രിങ്ക് 2 glasses ഓഫ് വാട്ടർ. സോ അപ്പൊ ഞങ്ങൾ വെള്ളം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചാലഞ്ച് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 glasses ഓഫ് വാട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. കപ്പാക്കി, ഗ്ലാസ് മാറ്റി കപ്പാക്കി. ഇത് തന്നെ കുടിച്ചാൽ ഭാഗ്യം പറയാം. അപ്പം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കുട്ടി വെള്ളം കണ്ടിട്ടില്ല. അയ്യോ, 1 glass ഓഫ് വാട്ടർ കുടിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം കുടിച്ച് 7 സെക്കൻഡ് ചാലഞ്ച് ജയിച്ചിരിക്കുന്ന അല്ല. ഞാൻ ജയിച്ചെന്ന് പറയാൻ പോവാന്ന് വിചാരിച്ചു. ഏതായാലും 1 ഗ്ലാസ് വെള്ളം ഇരിക്കല്ലേ, ഞാൻ കുടിക്കും. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് കടക്കാം. അപ്പൊ അടുത്ത ഞാനാണ്. ഐശ്വര്യമായിട്ട് നടക്കട്ടെ. ഐശ്വര്യമായിട്ടൊക്കെ നേരത്തെ തന്നെ എടുത്തു. നോക്കാം എന്താ വരാത്തെ. എന്തോ ഒരു ഇതുണ്ട്. Name 5 Arab countries. Name 5 Arab countries. Your time starts now. Qatar, Kuwait, Dubai, Abu Dhabi. What? Excuse me. I think that Dubai, Abu Dhabi countries അല്ലെന്ന് states ആണ്. ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും ദുബായ്, അബുദാബി എന്തൊക്കെയോ പറഞ്ഞു. എന്തായാലും പറ്റിയല്ലോ ഏകദേശം പറയാൻ. പറഞ്ഞിട്ടുണ്ട്. ദുബായ്, അബുദാബി ശരിക്കും ആണോ അല്ലയോ നമുക്ക് റീസർച്ച് ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത നോട്ടിലോട്ട് കിടക്കാം. ഓക്കെ, അടുത്തത് ഗൗരിയാണ്.
ഞാൻ എന്റെ ഹോൾ എനർജി ഇതിനകത്തിൽ വെച്ചിട്ട് ഞാൻ എടുക്കത്തുള്ളൂ. ഞാൻ ബോറടിക്കാറുണ്ട് മതിയായിരുന്നു. Introduce yourself in another language other than Malayalam and English. Okay, your time starts now. Je m'appelle Gauri Sava et toi. ഇത് ഏത് ഭാഷയാണോ? ഫ്രഞ്ച്. ഫ്രഞ്ചുകാർ പ്ലീസ് കമന്റ് പറഞ്ഞത് സത്യമാണോ? ഫ്രഞ്ച് പറഞ്ഞത്. ഗൗരി സാവ എത്തോയ് എന്ന് വെച്ചാൽ ഫ്രഞ്ച് അറിയാവുന്ന ആർക്കെങ്കിലും ഇത് കറക്റ്റ് ആണെന്ന് കമന്റ് ചെയ്തോളൂ. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തും കൂടെ വെറുതെ പറയട്ടെ ഞാൻ എന്താ പറഞ്ഞതെന്ന്. മൈ നെയിം ഇസ് ഗൗരി, ഹൗ ആർ യു. കൂടുതൽ എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ഇപ്പോഴും ഫ്രഞ്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണാവോ? ലിസ്റ്റ് 5 ടെക് കമ്പനീസ്. 5 ടെക് കമ്പനീസ് ഞാനിപ്പോ പറയണം. Very easy. Your time starts now. EY, Infosys, TCS. പറയൂ. അറിഞ്ഞൂടാ. എനിക്കതേ അറിയത്തുള്ളൂ കാരണം എനിക്കറിയാവുന്ന എല്ലാരും അതിനകത്തല്ലേ ഉള്ളൂ. അപ്പൊ അറ്റൻഷൻ, ഇൻഫോസിസിലുള്ളവരും TCSലുള്ളവരും പിന്നെ EYയിലുള്ളവരും അത് കസിൻസും ആന്റിമാമലുമാണ് എക്സെട്ര എല്ലാരും ഉള്ളത് കൊണ്ട് അറിയാം. ബാക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇനി ഉണ്ടെങ്കിൽ തന്നെ സോറി, എനിക്കിത് മാത്രമേ പറയാൻ ഓർത്തു വന്നുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തത് വീണ്ടും ഞാൻ. ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഒരു ഓൾ ദ ബെസ്റ്റ് ഇരിക്കട്ടെ. എന്താണ് സോഫാർ എല്ലാം കുഴപ്പമില്ലാതെ. അയ്യോ, pretend you are a snake. Pretend you're snake. അപ്പൊ നീ snake ആയിട്ട് തുടങ്ങണം. Your time starts now. Oh no, അതെന്തായാലും നന്നായിട്ട് അക്കംപ്ലിഷ് ചെയ്ത ആ ഒരു മിഷൻ നന്നായിട്ടും ഉണ്ടായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഡ്രാമ വരുന്നുണ്ടെങ്കിൽ കോൾ ദീപാലി ഫോർ സ്നേക്ക്. പാമ്പാവാണ് ഞാനാണ് വീണ്ടും. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കും. Name 5 YouTubers. Your time starts now. Deepali Vlogs, Sujit Bhattan, Unboxing Dude, Veena's Curry World, PewDiePie. Oh, sorry. എന്താ പേര് പറഞ്ഞില്ല, ഞാൻ അവസാനമെങ്കിലും പറഞ്ഞു. അപ്പൊ പ്യൂഡിഫൈ വെച്ച് ഞാൻ പിന്നെയും വന്നു. ഞാൻ എന്റെ പേര് ആദ്യം ഓർത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് വലിയ ലെവലിൽ പോയി. ഉജ്വൽ വ്ലോഗ്സ് പറഞ്ഞായിരുന്നോ? ഇല്ല, ആ വീട്ടിലുള്ള എല്ലാ യൂട്യൂബേഴ്സിനും മറന്നു. എന്നെ ഉജ്വലിന്റെ കാര്യം മറന്നുപോയി, എന്റെ കാര്യം പറഞ്ഞു പോലും മറന്നുപോയി. ആ പോട്ടെ, നെക്സ്റ്റ് ടൈം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. പിന്നെ വീണ്ടും എന്റെ ചാൻസ് ആണ്. പെട്ടെന്നാണ്. ഇത് വീണ്ടും വന്നു. അല്ലല്ല, സ്പീക്ക് ഐ ലവ് യു ഇൻ ഡിഫറെന്റ് ആക്സെന്റ്സ്. ആക്സെന്റ്സ് ആണ്, നേരത്തെ ലാംഗ്വേജ് ആയിരുന്നു. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. I love you. I love you. I love you. I love you. Your time. വാലന്റൈൻസ് ഡേ സ്പെഷ്യലിൽ കണ്ടില്ലേ, അറിയാതെ 2 ഐ ലവ് യുന്റെ റിലേറ്റഡ് ആയിട്ട് തന്നെ 7 സെക്കൻഡ് കോയിൻസിഡൻസ് ആയിരുന്നു ഭയങ്കരമായിട്ട് അത്. അപ്പം ഞാനാണ് പിന്നെയും. Let's go. Okay. Act like someone died. ഒരാൾ മരിച്ച പോലെ ആക്ട് ചെയ്യണം. Time starts now. ശാന്തമായ അന്തരീക്ഷത്തിൽ ഓസ്കാർ തോറ്റു. അതൊരു വല്ലാത്ത കരച്ചിലായിരുന്നു. ശരിക്കും പറഞ്ഞ ആക്ടിങ്ങിൽ ഒരു സ്കോപ്പും ഇല്ല. So moving on to the next one.
അപ്പൊ അടുത്തത് വീണ്ടും ഗൗരിയാണ്. ഐശ്വര്യ വായ്പ കുറെ നേരം കൊണ്ട് ഐശ്വര്യമായിട്ട് പറയുന്നത്. ആക്ട് ഔട്ട് എ പോപ്പുലർ ടിക്ടോക്ക് ഡാൻസ്. ഒരു ഫേമസ് ആയിട്ടുള്ള ടിക്ടോക്ക് ഡാൻസിനെ ഇപ്പൊ കളിച്ച് കാണിക്കണം. അത് ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ശബ്ദമില്ല. ഊമ ടിക്ടോക്കറാണ്. അത് പെട്ടെന്നായിരുന്നു, കാരണം പെട്ടെന്ന് കളിക്കാൻ പറ്റാത്ത ഡാൻസ്, അങ്ങനത്തെ പാട്ടിലുള്ള ഡാൻസ് ആയിരുന്നു. ഇത് കളിക്കാന്ന് ശരിക്കും പറഞ്ഞാൽ അത് നല്ല ഫേമസ്. എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. നമ്മള് ഓക്കെ, ഇപ്പം രണ്ടെണ്ണം കൂടെ ഉള്ളൂ. കളി ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല എണ്ണമായി വരട്ടെ. Make the sound of 5 different animals. Oh my god. Okay, your time starts now. പൂച്ച, പട്ടി, പശു, ആട്. അതെന്തായിരുന്നു? എനിക്ക് ചിരിച്ചിട്ട് കരച്ചിൽ വരുവായിരുന്നു. ആക്ട് ചെയ്യാൻ ഞാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് പോവാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. യെസ്, ഗൗരി എടുത്ത് ഈ കളിയുടെ ആ ഒരു എന്താ മാറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കട്ടെ. ഇൻട്രൊഡക്ഷൻ അല്ല, ശബ്ദം ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടാണ് എടുക്കുന്നത്. കൗണ്ട് 10 to 1 in മലയാളം. മലയാളത്തിൽ 10 തൊട്ട് 1 വരെ പറയണം ഞാൻ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. മലയാളത്തിൽ പ്രഗത്ഭയാണ്, തെളിയിച്ചിരിക്കുകയാണ്. കുട്ടിക്ക് മലയാളം അറിയാം. നേരത്തെ അറിയില്ല എന്ന് പറഞ്ഞ അതേ ആള് തന്നെ അറിയാമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇതുപോലെ കഴിയുവാണ് ഇവിടെ കൊണ്ട്. അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ രസകരമായ ഈ വീഡിയോ ഞങ്ങൾക്ക് രസകരമായിരുന്നു, നിങ്ങൾക്കും അതുപോലെ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ബൈ പറയാൻ സമയമായി. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ. ബൈ. Like, share and subscribe. Comment down below. Yes.